ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിൻ്റെ തന്നെ വടക്കൻ തീരത്തെ അഭിമാനമായ അറബിക്കടലിനെ നോക്കി നിൽക്കണ ഒരു അത്ഭുത കോട്ടയിലേക്കാണ്. വേറെ എവിടേക്കുമല്ല, ബേക്കൽ ഫോർട്ടിലേക്ക്. അപ്പോൾ 400 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ചരിത്ര സ്മാരകം കടലിൻ്റെ മനോഹര കാഴ്ചയും പഴമയുടെ കഥകളും ഒരുമിച്ച് സമ്മാനിക്കണേ. പിന്നെ സിനിമകളിലും അതുപോലെ യാത്രാപ്രേമികളുടെ ഹൃദയങ്ങളിലൊക്കെ ഇടം നേടിയ ഈ ബേക്കൽ ഫോർട്ട് കാസർഗോഡിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ആകർഷണങ്ങളിലൊന്നാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ചരിത്രത്തിൻ്റെയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും ലോകത്തിലേക്കൊരു യാത്ര പോയാലോ? ഇപ്പോൾ സമയം വൈകിട്ട് 4:30 മണിയായിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഒരു ഇരുണ്ട് മൂടി കെട്ടിയിരിക്കുന്നുണ്ട്. അതായത് ഒരു മഴക്കാറൊക്കെ കാണാനുണ്ട്, മഴയുടെ ഒരു ലക്ഷണമൊക്കെ കാണാനുണ്ട്. പിന്നെ ഇവിടെ അധികം സമയമൊന്നും രാത്രിയൊന്നും ആയാൽ നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 4:30 മണിക്ക് പോകുന്നതാണ്. പക്ഷെ ഒരു മഴക്കാറ് കാണാനുണ്ട്. ഇനി എന്തായാലും ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് കിടക്കാമെന്ന് വിചാരിക്കണം. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. പരിപാടികളുണ്ടല്ലോ. കാസർഗോഡിൻ്റെ സ്പെഷ്യൽ കിഴങ്ങ്, മധുരക്കിഴങ്ങ് ടേസ്റ്റ് ഉണ്ട്. മധുരക്കിഴങ്ങ് പോയി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയും കുടിച്ചു, അതുപോലെ ഈ മധുരക്കിഴങ്ങ് പൊരി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത്. സംഭവം അടിപൊളിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണേ. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെയും പറഞ്ഞില്ലേ, ഒരു മഴക്കാരമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ കുട പിടിച്ചു. പിന്നെ നമ്മൾ ഈ കുട കൊണ്ടുവരാത്തവർക്ക് ഇവിടെ കുറച്ച് പേരിങ്ങനെ കുടയൊക്കെ റെൻറ്റിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആളുകൾ ഇങ്ങനെ കുട വേണോ എന്ന് ചോദിച്ചിട്ട് വന്ന്, ഞങ്ങളുടെ കയ്യിൽ കുടയുള്ളതുകൊണ്ട് ഞങ്ങളത് പിന്നെ വാങ്ങിയില്ല. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഇനി ഉള്ളിൽ കയറാം. നല്ല ഇടികൂടുങ്ങളുണ്ട്. അപ്പോൾ ഈ കോട്ടയിലേക്കുള്ള പ്രവേശന നിരക്ക് ഇത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ ഒരു പയ്യൻ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ടിക്കറ്റ് വാങ്ങാനായിട്ട്. അത് വാങ്ങി നമ്മളിനെ കോട്ടയിലേക്ക് കടത്തി വിട്ടു. പിന്നെ ഇവിടെ 6 മണിക്ക് ക്ലോസ് ചെയ്യും കേട്ടോ. കോട്ടയുടെ ഉള്ളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ 6 മണിയാകുമ്പോൾ കോട്ട അടയ്ക്കും, നമ്മളിനെ പുറത്താക്കും. അപ്പോൾ 6 മണി വരെയാണ് നമുക്ക് കാണാനുള്ള സമയമുള്ളൂ. ഇതാണ് ബേക്കൽ ഫോർട്ട്. ഫുള്ളൊക്കെ അറിയാം, ചെങ്കല്ലുകൊണ്ട് പണിതിട്ടുള്ള സംഭവങ്ങളാണ്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. നമ്മൾ ഈ കോട്ടയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഒരു ക്ഷേത്രം കാണാം കേട്ടോ. അപ്പോൾ ഇത് ഹനുമാൻ ക്ഷേത്രമാണ്. അപ്പോൾ ഈ കോട്ടയുടെ ചരിത്രം പറയുമ്പോൾ ഇത് നല്ല കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കോട്ടയാണ്, അതുപോലെ ഏറ്റവും പഴക്കം ചെന്ന കോട്ടയാണ്. 17-ാം നൂറ്റാണ്ടിൽ ശിവപ്പ നായ്ക്കർ പണിത് കഴിപ്പിച്ച കോട്ടയാണിത്. അപ്പോൾ അവർ തന്നെ പണിതതായിരിക്കാം ഒരു പക്ഷേ ഈ ക്ഷേത്രവും.
പിന്നെ ദാ ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ അല്ല, മഴ പെയ്യാന്ന് പറയാൻ പറ്റില്ല, മഴ ചാറി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കുടയൊക്കെ നിവർത്തി പോവാണ്. പിന്നെ ഞങ്ങൾ പോകുമ്പോഴുണ്ടല്ലോ, ആ അറ്റത്തെ സൈഡാണ് കടലിൻ്റെ സൈഡ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പേരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്, കാഴ്ച കണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് ഇടിവെട്ടണമൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ ആദ്യം അങ്ങോട്ട് പോവാം, എന്നിട്ട് അവിടെയൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ 6 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നമുക്കിത് കണ്ടിട്ട് പോകണം, അല്ലെങ്കിൽ ഇവരിവിടെ ക്ലോസ് ചെയ്യേ. അപ്പോൾ പോകാൻ വിചാരിക്കണം. പിന്നെ നമുക്ക് ഈ കോട്ടയനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഇങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ കോട്ട 35 ഏക്കറിലായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒരുപാട് നടക്കാനുണ്ട്. കുറേ സ്ഥലം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഇപ്പോൾ കടൽ വ്യൂ. ആരും ഇങ്ങോട്ട് വരുന്നില്ലേ, മഴയല്ലേ, ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരുന്നില്ല. എന്നാലും ഞങ്ങൾ വരും. ഇതാണ് ബേക്കൽ കോട്ട. ഇതിന് ഈ ഓട്ടയിൽ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്നത് കടലാണ്. അറബിക്കടൽ, അറബിക്കടലാണ് കാണുന്നത്. നല്ല ഇടി വെട്ടുന്നുണ്ട്. നമുക്ക് പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴേ ഈ ബീച്ച് സൈഡ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരിക്കും കോട്ടയിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരമുള്ള ബീച്ചിലേക്ക്. അപ്പോൾ ബേക്കൽ ബീച്ച് കണ്ട. അപ്പോൾ ഇത് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത് അവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാനുണ്ട്, അതാണ്. അപ്പോൾ ഈ കോട്ട ശരിക്ക് കൂടുതൽ ഭാഗവും സമുദ്രഭാഗത്തേക്കാണ് നിൽക്കുന്നത്, തള്ളി നിൽക്കുന്നത്. പിന്നെ ഈ 35 ഈ സമുദ്രത്തിനോട് ചേർന്നിട്ട്, അറബിക്കടലിനോട് ചേർന്നിട്ട് 35 ഏക്കറിലായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ഇപ്പോൾ ഞാൻ മുകളിൽ നിന്നിട്ട് കാണിച്ചില്ലേ, ഇതിൻ്റെ താഴെയും അതുപോലെ വലിയ ചുറ്റുമതിലുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് നമുക്ക് താഴേക്കൊക്കെ നടന്നു പോകാം. ഇവിടെ കാണാനുണ്ട്, ആൾക്കാർ നടന്നു പോകുന്നതും അവിടെ ചൂണ്ടിടുന്നതൊക്കെ കാണാനുണ്ട്. പിന്നെ കോട്ട പറഞ്ഞില്ലേ 17-ാം നൂറ്റാണ്ടിൽ ശിവപ്പ നായക്കർ പണിതിട്ടുള്ളതാണ്. അതായത് കദംബ രാജവംശം ആണ് കോട്ട നിർമ്മിച്ചത്. ഒരു 1650-ലോ അങ്ങനെ എന്തോ മറ്റോ കദംബ രാജവംശക്കാരാണിത് പണി കഴിപ്പിച്ചതെന്ന് പറയുന്നത്. ഫുള്ള് വെട്ടുകല്ലുകൊണ്ടിട്ടുള്ള കോട്ടയാണ് കേട്ടോ. അത് ഒരുപാട് ഏരിയ ഉണ്ട്. ഇതിൻ്റെ കൂടുതൽ ഭാഗവും ഈ അറബിക്കടലിനോട് ഇങ്ങനെ ചേർന്നിട്ട് കിടക്കണത്. ഒരുപാട് ഏരിയ ഉണ്ട്. ഇനിയിപ്പോൾ വേനൽ മഴയാണല്ലോ പെയ്യണത്. അപ്പോൾ നമ്മൾ നല്ല വെയിലത്ത് വന്നിട്ട് പിന്നെ ഈ മഴ കൊള്ളുമ്പോഴൊക്കെ അത് ശരിക്കും ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയേ. പിന്നെ ഈ ഞാനിവിടെ വന്ന് ഈ കോട്ടയെക്കുറിച്ചൊക്കെ ഒന്ന് കാണുമ്പോൾ, ഇതിൻ്റെ ഹൈറ്റൊക്കെ കാണുമ്പോൾ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണേ. അപ്പോൾ ഇതിൽ അവർ പറയുന്നത് 130 അടി ഹൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് കോട്ടയ്ക്ക്. പിന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് നോക്കുമ്പോൾ, മുകളിൽ നിന്നുള്ള വ്യൂ നോക്കുമ്പോൾ ഒരു താക്കോൽ ദ്വാരത്തിൻ്റെ ഷേപ്പാണ് ഈ കോട്ടയിലെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. കണ്ട ഇവിടെ എന്തോ ഉണ്ട്. ഇത് അങ്ങോട്ട് ഇറങ്ങി പോവാൻ തോന്നുന്നു അല്ലേ. ചൂണ്ടിരുന്നു. മഴയും പെയ്യുന്നുണ്ട്, വെയിലും ഉണ്ട്.
ആളുകൾ മഴ നനഞ്ഞിട്ട് പോരണുണ്ട്. ഇതിന് മുകളിൽ കയറിയിരിക്കും അല്ലേ? ഇനി അതിൻ്റെ മുകളിൽ കയറില്ല കേട്ടാ. തെര ഭയങ്കര തെര പോണം. പോയിക്കോ നോക്ക്. കടാ ഇവിടെ ഒരാളത് അതിൻ്റെ ഉള്ളിൽ കയറാൻ പോണു. അവിടെ ഇരിക്കണു. അതാണ് അവരവിടെ ഇരുന്നിരുന്നല്ലേ, ഒളിച്ചിരുന്നു. പിന്നെ ഇതേ കണ്ടോ, നമ്മുടെ കോട്ടയുടെ മുകളിൽ ചെല്ലുമ്പോഴുണ്ടല്ലോ ഇതുപോലത്തെ ഇങ്ങനെ വിൻഡോസ് കാണാട്ടോ. നമുക്ക് ശരിക്കും അവൾ കയറിയിരിക്കാം. ഞങ്ങൾ രണ്ടുപേരും ഇരുന്നു അങ്ങനെ. അത്ര കയറിയിരിക്കാൻ പറ്റും. അതുപോലെ ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പണ്ട് കാലത്ത് യുദ്ധമൊക്കെ ഉണ്ടാവുമ്പോൾ എന്താ പറയുക, ഇവർക്ക് ശത്രു സൈന്യത്തെ നിരീക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കണം ഈ സംഭവങ്ങളെല്ലാം. ഇങ്ങനെ ഓരോ വിൻഡോസ് ഉണ്ട്. അതുപോലെ ചെറിയ ചെറിയ ഹോളുകളുണ്ട്. ടിപ്പുവിൻ്റെ കാലത്തൊക്കെ ഇത് ടിപ്പുവിൻ്റെ മെയിൻ സൈനിക താവളമായിരുന്നല്ലോ അത്. ഇത് കോട്ട നിർമ്മിച്ചിറക്കുന്നത് ഒരു 1650 ആയിട്ടാണ് ശിവപ്പ നായ്ക്കർ പണി കഴിപ്പിച്ചിട്ടുള്ള കോട്ടയാണ്. പക്ഷേ പിന്നീട് അത് അന്നൊക്കെ രാജഭരണമായിരുന്നല്ലോ. അപ്പോൾ അത് മാറി രാജാക്കന്മാരെ യുദ്ധം ചെയ്ത് അങ്ങനെ ഓരോ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ അത് മാറി കോലത്തിരി രാജാക്കന്മാരുടെ കയ്യിലായി. അതിനുശേഷം മൈസൂർ രാജാവ് പിടിച്ചെടുത്തപ്പോൾ ഹൈദരാലിയുടെ കയ്യിൽ, പിന്നെ ഹൈദരാലിയുടെ മകനായ ടിപ്പുവിൻ്റെ കയ്യിലെത്തി. അപ്പോൾ ടിപ്പുവിൻ്റെ സമയത്തൊക്കെ അത് മെയിൻ സൈനിക താവളമായിരുന്നു ഈ ബേക്കൽ ഫോർട്ട്. നടന്നോ? ഇവിടെ ഇരിക്കാൻ ബെഞ്ചുണ്ട്. വലിയ കോട്ട, കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. ഏറ്റവും പഴക്കം ചെന്ന കോട്ടയാണ്. നമ്മൾ അതിൻ്റെ മുകളിൽ അങ്ങനത്തെ ഇതിൻ്റെ മുകളിലൊക്കെ കയറുന്നത്. ഇതെന്താ സംഭവം? ഇത് കടലിലേക്കായിട്ടാണ് കേട്ടോ നിൽക്കണേ കോട്ട. അടിപൊളി. കണിക്കൊന്ന് പൂത്തുക്കണോ? ഇതെന്താ ഇവിടെയൊക്കെ ഇങ്ങനെ ഫുള്ള് ഇതുപോലെ കടലിലോട്ട് ഇങ്ങനെ ഇതാ ഉണ്ട്. ഇവിടെയുണ്ട് കടലിലോട്ട്. കണ്ട തിര നിൽക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. ഭയങ്കര തിര. അങ്ങോട്ടുള്ള താഴോട്ടുള്ള ഇറക്കാണ്. സൂപ്പർ. അതാണ്ടാ നമ്മൾ ഇത്ര നേരം ഇങ്ങനത്തെ ഈ സാധനത്തിൻ്റെ മുകളിൽ നിന്നിട്ട് ഓട്ടയിൽ കൂടിയാണ് ഇരുന്നിരുന്നത്. കണ്ട ആ സൈഡിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഫോട്ടോ എടുത്തത്. ഇനി ഇത് ഇങ്ങോട്ട് നമുക്കിങ്ങനെ ഇറങ്ങി പോവാം. പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കടലിൽ ഇറങ്ങരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കടലിൽ ഇറങ്ങാൻ പാടില്ല. പക്ഷെ നമ്മൾ മുകളിൽ നിൽക്കുമ്പോൾ ആരൊക്കെ അവിടെ കടലിൽ നിന്നിട്ട് ചൂണ്ട എടുക്കുന്നതൊക്കെ കണ്ടു.
പക്ഷേ അത് ചിലപ്പോൾ ലോക്കലായിട്ടുള്ള ആൾക്കാരായിരിക്കാം. ശരിക്കും നാട്ടുകാർക്കൊന്നും അങ്ങനെ പറ്റില്ല. ഇല്ല 6 മണി വരില്ലേ ഉള്ളൂ. അത് സാവധാനം വന്നാൽ മതി. ഞാൻ അങ്ങോട്ടും ഉണ്ട് വഴി. മതിലിന് മുകളിൽ കയറരുത്. നല്ല മണല് ഉണങ്ങി എല്ലാം ഉണങ്ങി. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കോട്ടമതിലിന് മുകളിൽ കയറരുത്. പക്ഷെ പിള്ളേരൊക്കെ കയറിയിരിക്കുന്നുണ്ട്. ഒന്നൊന്ന് സൈഡിൽ കിട്ടും മൊത്തം. ഇങ്ങനെ കോട്ട പരന്ന് കിടക്കുകയാണ്. ഇപ്പോൾ മഴയൊക്കെ മാറി നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പം നിൽക്കണ ഈ സ്ഥലമുണ്ടല്ലോ, നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഷേപ്പ് കാണാൻ പറ്റും. ഈ താക്കോൽ ദ്വാരത്തിൻ്റെ ഒരു ഷേപ്പ് കാണാൻ പറ്റും. നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കടലിൽ ഇറങ്ങരുത്, അതുപോലെ ഈ കോട്ടമതിലിന് മുകളിൽ ഇരിക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ചില ആൾക്കാർ അവരുടെ മക്കളിനെ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ശരിക്കും അത് ഭയങ്കര ഒരു അപകടം തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ താഴെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ തിരയുടെ നല്ല തിരയാണ്. അപ്പോൾ കടലിൽ വീണ് പോയി അപകടം സംഭവിക്കും. എന്നാലും ആളുകൾ അതൊന്നും അനുസരിക്കണില്ല, അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ നമുക്ക് ഇവിടെ നിന്നിട്ടുള്ള വ്യൂ ആണത്. നല്ല രസമായിട്ടോ അവിടെ നിന്ന് കടലും. അതുപോലെ നമ്മൾ നേരത്തെ നിന്നിരുന്നില്ല, നേരത്തെ നമ്മൾ അതിൻ്റെ മുകളിലല്ലായിരുന്നേ. അത് നമുക്ക് ഇവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ അത്. ഫുള്ള് വെട്ടുകല്ല. ഞങ്ങൾ മടങ്ങി പോവാം കേട്ടോ. അപ്പോൾ വെയിലായി, ഞങ്ങളൊക്കെ നനച്ച് കഴിഞ്ഞിട്ട് വെയിലായി. ഞങ്ങൾ ഇത്ര നേരം അതിൻ്റെ മുകളിൽ നിന്നിട്ടായിരുന്നു ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പിലൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതാ ഷൂസ് വീണ്ടും പോയി, മഴ നനഞ്ഞി ഷൂസ്.
അപ്പം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് മുകളിലോട്ട് വന്നു. അപ്പോൾ അതിൻ്റെ പിന്നെയും സൈഡിൽ കൂടെ പോകുമ്പോഴാണ് നമുക്ക് ഇത് കണ്ണിൽ പെടുന്നത്. ഇത് സംഭവം ജലസംഭരണിയാണ്. നല്ല ഒരുപാട് പടവുകളോട് കൂടിയിട്ടുള്ളൊരു ജലസംഭരണിയാണ്. അതെങ്ങനെയാണ് നമുക്ക് ഇവിടെ നിന്ന് ചുറ്റിലും നോക്കിയിട്ട് കാണുന്നില്ല, പക്ഷെ മനസ്സിലായത് ഇവിടെ നിന്ന് പൈപ്പ് ഇട്ടിട്ട് നനയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതേ പറഞ്ഞ കാണുന്നില്ല, ഇതിൻ്റെ മുകളിൽ കൂടെ കയറാനും പറ്റില്ല. കയറും വേണ്ട. കിണർ തന്നെയല്ലേ? നോക്കി ഇവിടെ അതൊക്കെ എന്താ, അതൊക്കെ കോട്ടയുടെ ഭാഗം തന്നെയല്ലേ? ഇതിങ്ങനെ പരന്ന് എടുക്കുക അല്ലേ? പരന്ന് എടുക്കണം കോട്ട. എന്നാലും അങ്ങോട്ട് നടന്നെത്താന്ന് പറഞ്ഞ ആ അത് ശരി. അപ്പൊ നമ്മൾ ഏതി കൂടെ വന്നത്? ആ അങ്ങനെ വന്ന പോലേക്ക് തോന്നുന്നുണ്ട്. ആ അതെ. ആ ശരി ശരി, ഉണ്ടാ വരാം. നമ്മൾ പിന്നെയും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ വീണ്ടും ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ കാണാനുണ്ട് കേട്ടോ, പടവുകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇത് ജലസംഭരണിയല്ല, ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുരങ്കമാണ്. കണ്ടോ, ഇങ്ങനെ നിറയെ സ്റ്റെപ്പ് വെട്ടിയിട്ട് തുരങ്കമാണത്. ഇത് ഉള്ളിലൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങളിവിടെ നിന്ന് കണ്ടു. കോട്ടയുടെ മധ്യഭാഗത്തായിട്ട് കാണുന്ന നിരീക്ഷണ ഗോപുരമാണ് കേട്ടത്. ഇതിന് കണ്ട ഒരു ചെരിവാണ്, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു കയറ്റാണ്, ചെരിഞ്ഞിട്ടുള്ളൊരു കയറ്റാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഈ നിരീക്ഷണ ഗോപുരം ഇങ്ങനെ ചെരിച്ച് വെച്ചേർക്കണം എന്താണെന്ന് വെച്ചാൽ യുദ്ധോപകരണങ്ങളൊക്കെ മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ചെരിവ് ഇത് പണിത് വെച്ചിരിക്കുന്നത്. കണ്ടോ, നടന്നു വരുമ്പോൾ മുകളിൽ നിന്ന് എടുക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ലേ, ഒരു ചെരിവാണ്. ഇങ്ങനെയാണ് നടന്ന് കയറാൻ പറ്റണത്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേട്ടോ, നല്ല ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ വന്നിട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല വ്യൂ ആണ് കേട്ടോ. അവിടെ നോക്ക്, അവിടെ നോക്ക്. സൂം ചെയ്തു ഞാൻ, സൂം ചെയ്തു. അങ്ങോട്ട് നോക്കി. നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ഓരോരോ ഭാഗങ്ങൾ മധ്യഭാഗത്തുള്ള ഈ നിരീക്ഷണ ഗോപുരം ഉണ്ടല്ലോ, ഇതിൽ നിന്നുണ്ടെങ്കിൽ നല്ല കാഴ്ച കേട്ടോ. നമുക്ക് ഈ കോട്ടയുടെ ഫുൾ കൺട്രോൾ ഇവിടെയാണെന്ന് പറയാം. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും. ഞാൻ ഇവിടെ നിന്ന് തിരിയുമ്പോൾ കണ്ടോ, എല്ലാ സൈഡും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പണ്ട് ഇവരെ സൈനികരെ ഇവിടെ എന്താ പറയുക നിരീക്ഷിക്കാനായിട്ട്, അതായത് ശത്രുക്കൾ വരുന്നതൊക്കെ നോക്കാനായിട്ട് നിൽക്കുന്ന മെയിൻ സ്ഥലമാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ശരിക്കും നല്ല കാഴ്ച തന്നെയാണ്, എല്ലാം കാണാൻ പറ്റും. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങളിവിടെ അധികം നേരം നിൽക്കണില്ല, ഈ കാഴ്ചകളെല്ലാം കണ്ടു, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, കാരണം 6 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിനു മുന്നേ നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് കടക്കണം, അവർ ആ ഗേറ്റ് അടയ്ക്കും. അപ്പോൾ ഞങ്ങൾ ഇനി മടങ്ങി പോവാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറയണ്ടല്ലോ, നമ്മളെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കോട്ട, ഏറ്റവും വലിയ കോട്ട, അതുപോലെ ഏഷ്യയിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോട്ടയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഫുള്ള് ചെങ്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്.
അതുപോലെ നല്ല ജലസംഭരണി, നല്ല പടവുകളോടുകൂടിയ ജലസംഭരണി ഞാൻ കാണിച്ചു. അതുപോലെ ഭൂമിക്കടിയിലെ തുരങ്കങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. ഇവിടെ ഈ വെഹിക്കിൾക്കുള്ള ചാർജിങ് സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. അതെ കണ്ട, ഇതാണ് ഈ വെഹിക്കിൾക്കുള്ള ചാർജിങ് സ്റ്റേഷൻ. അപ്പോൾ ഞങ്ങളിതേ കോട്ടയൊക്കെ കണ്ടു കഴിഞ്ഞു, ഞങ്ങൾ മടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഈ പോണത് ബേക്കൽ ബീച്ചിലേക്കുള്ള വഴിയാണ്. പിന്നെ ഞങ്ങളോടൊപ്പം നിങ്ങളും യാത്ര ചെയ്തു. ഫോട്ടോയും അതിലത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കും കാണാനും കേൾക്കാനും പറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ യാത്ര നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന്, ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. പിന്നെ നിങ്ങൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അതുപോലെ ചരിത്രം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, കാസർഗോഡ് ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ബേക്കൽ ഫോർട്ട് കാണാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത യാത്രയായിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ, താങ്ക് യു.